അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്നയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് 3ാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക. അപ്പം ഒന്നാമത്തെ ചോദ്യം നോക്കാം. ക്രിസ്താബ്ദം 584 ജനിച്ചു. ആരാണ്? ഹുജറത്ത്. അവിടെ 3ാമത്തെ ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ഹുജറത്തു ഷരീഫയിലാണ്. സഹനമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതിനിധി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ. അവ ക്രിസ്താബ്ദം 584 ജനിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, അല്ലേ? അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ എവിടെയാണ്? ഹുജറത്തു ഷരീഫയിലാണ്. ഇനി മൂന്നാമത്തത്, ജുമാദൽ ഉഖ്റ 22-ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് എടുത്തെഴുതി കൊടുക്കുക. നാലാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണ്? അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ. ഇനി അഞ്ചാമത്തത്, അടിമയായിരുന്നു. ആരാ? ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു അടിമ. അപ്പോൾ അത് എടുത്തെഴുതി കൊടുക്കുക. ഇനി ആറാമത്തത്, ഖലീഫ. ഖലീഫ എന്നതിനോട് ചോദിച്ചത് ഏതാണ്? പ്രതിനിധി. അപ്പോൾ അവിടെ പ്രതിനിധി എന്ന് എടുത്തെഴുതുക. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ്, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ്? സഹനമാണ്. അപ്പോൾ സഹനമാണ് എന്നുള്ളതാണ് അതിനോട് ചോദിച്ചത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 2 എണ്ണം വീതം എഴുതാം. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം 5 ചോദ്യങ്ങൾക്കും 2 വീതം ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ആരൊക്കെയാണ്? ഉത്തൈല ബിൻത്ത് അബ്ദുൽ ഉസ്സ, അതുപോലെ ഉമ്മു റൊമാൻ ബിൻത്ത് ആമിർ. ഇനി രണ്ടാമത്തത്, കള്ളപ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു? കള്ളപ്രവാചകന്മാർ മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്തു ബിനു ഖുവൈലിദ്, അസദി, സജാഹ്. അപ്പം ഇതിലേതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തുകൾ ഏതൊക്കെയായിരുന്നു? ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യിത്ത് കുളിപ്പിക്കുക. രണ്ടാമത്തത്, ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യുക. അതുപോലെ മൂന്നാമത്തത്, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. നാലാമത്തത്, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകുക. അതുപോലെ 5-മത്തത്, നാം പാല് കുടിക്കുന്ന ഒട്ടകം, ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്ത്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത്, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു? സയ്യിദുന നൂഹ്, സയ്യിദുന ഇബ്രാഹിം, സയ്യിദുന മൂസ, സയ്യിദുന ഈസ, സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരായിരുന്നു ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. ഇനി 5-മത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹ. ഇനി അടുത്ത പ്രവർത്തനം, 3ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 63. അപ്പോൾ അവിടെ 63 എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അപ്പോൾ അവിടെ ഇലൽ ഹബീബ് എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഹന്തമ. അപ്പോൾ ഹന്തമ എന്നവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത്, ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു
അവർ ഇരുവരും ആരൊക്കെയായിരുന്നു? അവർ ഇരുവരും ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും. അപ്പോൾ അവിടെ അവർ ഇരുവരും എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖുലഫാ റാഷിദീങ്ങൾ. അപ്പോൾ അവിടെ ഖുലഫാ റാഷിദീങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങൾ തന്നെയാണ് അവിടെയും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനായിട്ട് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം. ഒന്നുകൂടെ നോക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം. എന്തായിരുന്നു പറഞ്ഞത്? അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുലഫാ റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏതുവരെ? ഏത് മുതൽ ഏതുവരെയായിരുന്നു? ഹിജ്റ 11 മുതൽ 40 വരെയായിരുന്നു ഖുലഫാ റാഷിദുകളുടെ ഭരണകാലം. ഇനി മൂന്നാമത്തെ ചോദ്യം, അധികാരം ഏറ്റു ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഉസാമ ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. അതായിരുന്നു അധികാരത്തിലേറ്റ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. നാലാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു? ഉത്തരം നുബുവത്തിൻ്റെ 6-ാം വർഷം. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഖത്താബിൻ്റെ മകനെ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ആര്? ഷെയ്ത്താൻ അല്ലേ? പിശാചിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഖത്താബിൻ്റെ മകനെ, തങ്ങൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ പിശാച് അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ഇനി അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് അവസാനത്തെ പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. എന്താണ്? വലിയ ഡാഷ് ബുദ്ധിമാനും ഡാഷ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ശക്തനും അതുപോലെ നയതന്ത്രജ്ഞനും ആയിരുന്നു എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.